ഹലോ. അപ്പോൾ നമുക്ക് SPMൻ്റെ റിമൈനിങ് പോർഷൻസ് നോക്കാം. എപ്പിഡമിയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് distribution and determinants of health related states or events in specified population and the application of this study to control health problems. Aims and goals പറയുമ്പോൾ എന്നൊക്കെ പറയാം, നമുക്ക് മെയിൻ എയിംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിറ്റർമൈൻ ദി പ്രൈമറി ഏജൻറ്റ് ഓർ കോസറ്റീവ് ഫാക്ടേഴ്സിനെ ഡിറ്റർമൈൻ ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോസറ്റീവ് ഏജൻറ്റ്, അണ്ടർസ്റ്റാൻഡ് ദി കോസേഷൻ ഓഫ് ഡിസീസ് ഓർ ഡിസോർഡേഴ്സ്, ഡിറ്റർമൈൻ ദി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, describe the natural history of disease, causative factors, geographical distribution, അതൊക്കെ. ഇനി നമുക്ക് എപ്പിഡമിയോളജിക്കൽ സർവൈലൻസ് എന്താണെന്ന് നോക്കാം. എപ്പിഡമിയോളജിക്കൽ സർവൈലൻസ് എന്ന് പറയുമ്പോൾ WHO ഡെഫിനിഷൻ വെച്ചിട്ട് എന്നാ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് collection, interpretation and distribution of information of rates of a particular disease to estimate variation of incidence and prevalence in order to take appropriate action for control and eradication of disease. Okay, ഇനി ഇതിൻ്റെ എപ്പിഡമിയോളജിക്ക് 3 കോമ്പണൻ്റ് ഉണ്ട് മെയിൻലി: ഡിസീസ് ഫ്രീക്വൻസി, ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ്. ഡിസീസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതിൽ ഇൻസിഡൻസും പ്രിവാലൻസും ഒക്കെ വരും. ടൂൾസായിട്ട് നമ്മൾ പറയുന്ന റേറ്റ്, പ്രൊപ്പോർഷൻ, റേഷ്യോ ഒക്കെയാണ്. പിന്നെ ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ 3 പീസാണ്: പീരീഡ്, പ്ലേസ്, പേഴ്സൺ. ഇവർ ഫോമുലേറ്റ് ദി ഹൈപ്പോത്തിസിസ് ബൈ ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജിക്ക് വെച്ചിട്ട് ഹൈപ്പോത്തിസിസിനെ ഫോമുലേറ്റ് ചെയ്യുന്ന ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ വഴി. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ വൈ, ഹൗ, to test the hypothesis by analytical epidemiology. ഇനി കീ മോർബിഡിറ്റി മെഷേഴ്സ്, ഇൻസിഡൻസും പ്രിവാലൻസും. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ദി നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്യൂറിങ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഇൻ സ്പെസിഫൈഡ് ടൈം പീരീഡിൽ. കൊഹോർട്ട് സ്റ്റഡിയാണ് ഈ ഇൻസിഡൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻസിഡൻസ് ഈസ് എ റേറ്റ് എക്സ്പ്രസ്ഡ് പെർ 1000. ഇൻസിഡൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസസ് ഇൻ എ ഡിസീസ്, മീൻസ് ഡിസീസിൻ്റെ നമ്പർ ഓഫ് ന്യൂ കേസ്, അതാണ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് എ ഡിസീസ് ഇൻ എ ഇയർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻറ്റു 1000. ഇതിൻ്റെ സ്പെഷ്യൽ ടൈപ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇൻസിഡൻസ് റേറ്റിൻ്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ് അറ്റാക്ക് റേറ്റും സെക്കൻഡറി അറ്റാക്ക് റേറ്റും. അറ്റാക്ക് റേറ്റ് എന്ന് പറയുമ്പം എപ്പിഡമിക് ഇൻസിഡൻസ് റേറ്റ് ഈസ് യൂസ്ഡ് വെൻ പോപ്പുലേഷൻ ഈസ് എക്സ്പോസ്ഡ് ഫോർ എ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് പോപ്പുലേഷൻ എക്സ്പോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഇൻസിഡൻസ് റേറ്റ്, അറ്റാക്ക് റേറ്റ് ആണ് എപ്പിഡമിക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ number of exposed persons developing the disease within range of incubation period following exposure to primary case. അപ്പം ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു കോഹോർട്ട് സ്റ്റഡിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് 2 സ്പെഷ്യൽ ടൈപ്പ്, അറ്റാക്ക് റേറ്റും സെക്കൻഡറി അറ്റാക്ക് റേറ്റും. ഇനി പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് കേസ് എന്ന് വെച്ചാൽ ഓൾഡ് പ്ലസ് ന്യൂ കേസ് ഇൻ എ ഗിവൺ പോപ്പുലേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇനി നമുക്ക് പറയാം പ്രിവാലൻസ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്നാണ് നമ്മൾ പ്രിവാലൻസിനെ ഡിറ്റർമൈൻ ചെയ്യുക. പ്രിവാലൻസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻറ്റു മീൻ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ് എന്നാണ് പറയാം. P ഈക്വൽ ടു I ഇൻറ്റു D എന്നാണ് പറയാം. Prevalence describe the balance between incidence, mortality and recovery. Incidence reflect causal factors. Duration reflects prognostic factors. നമുക്ക് ഇൻസിഡൻസും പ്രിവാലൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ പ്രൊബബിലിറ്റി ഓർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ഡിസീസാണ്. എന്നാൽ പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ പ്രൊബബിലിറ്റി ഓർ ചാൻസ് ഓഫ് ഓൾറെഡി ഹാവിങ് ഡിസീസ്. ഇപ്പം ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ്സ് ന്യൂ കേസ് അല്ലേ, ന്യൂ കേസ് മാത്രമല്ലേ ഉള്ളൂ. പ്രിവാലൻസിൽ ന്യൂ പ്ലസ് ഓൾഡ് രണ്ടും വരും. പിന്നെ ഫോളോ അപ്പ് ഈസ് റിക്വയർഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പോപ്പുലേഷൻ ടു ഐഡൻറ്റിഫൈ. ന്യൂ കേസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഫോളോ അപ്പ് ആവശ്യമുണ്ട് ഇൻസിഡൻസിൽ. എന്നാൽ പ്രിവാലൻസിൽ ഫോളോ അപ്പ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്. പ്രിവാലൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്. പ്രിവാലൻസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻറ്റു ഡ്യൂറേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടഡ് മെഷർ വെൻ സ്റ്റഡിയിങ് കോസ് ആൻഡ് എഫക്റ്റ്, സ്യൂട്ടഡ് മെഷർ വെൻ എസ്റ്റിമേറ്റിംഗ് ദി ബേർഡൻ ഓഫ് ഡിസീസ് ഓർ ആട്രിബ്യൂട്ട്. പിന്നെ കാൽക്കുലേറ്റഡ് ഫ്രം കൊഹോർട്ട് സ്റ്റഡിയാണ് ഇൻസിഡൻസ്. പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ഫ്രം ക്രോസ് സെക്ഷണൽ സ്റ്റഡി. നമുക്ക് പറയാം ഓരോ ഡിസീസ് ഇതില്ലേ എന്നാ, ഇപ്പോൾ നമ്മൾ സ്റ്റഡി ഡിസൈൻസിനെ ഒബ്സർവേഷണൽ എക്സ്പെരിമെൻ്റൽ രണ്ടായിട്ട് തിരിക്കാം. ഒബ്സർവേഷണലും എക്സ്പെരിമെൻ്റലും. ഒബ്സർവേഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും. പിന്നെ എക്സ്പെരിമെൻ്റലിൽ RCT, പിന്നെ ഫീൽഡ് ട്രയൽസ്, കമ്മ്യൂണിറ്റി ട്രയൽസ്, അതൊക്കെ എക്സ്പെരിമെൻ്റൽ. സോ സ്റ്റഡി ഡിസൈൻസ് ഒബ്സർവേഷണൽ, അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ടൈം, പ്ലേസ്, പേഴ്സൺ ഒക്കെ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നോ കമ്പാരിസൺ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. ഇതിലെന്തൊക്കെ വരും? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ കേസ് റിപ്പോർട്ട്, കേസ് സീരീസ്, അതൊക്കെ. ഇനി അനലിറ്റിക്കൽ വൈ, ഹൗ,
എന്നുവെച്ചാൽ ഡിറ്റർമിനൻസ് ആയിട്ട് വൈ ഹൗ. കമ്പാരിസൺ ഈസ് പ്രസൻറ്റ്, കമ്പാരിസൺ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. അനലിറ്റിക്കലാണ് കേസ് കൺട്രോള്, കൊഹോട്ട്, ക്രോസ് സെക്ഷണൽ, എക്കോളജിക്കൽ, അതൊക്കെ അതിലാണ് വരിക. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റൽ പറയുമ്പം ഇൻ്റർവെൻഷണൽ എന്നും പറയും. അതിൽ RCT ഡ്രഗ് ട്രയലാണ് RCT, പിന്നെ ഫീൽഡ് ട്രയൽസ് വാക്സിന്, കമ്മ്യൂണിറ്റി ട്രയൽസ് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അനലിറ്റിക്കൽ സ്റ്റഡി, കൺഫേം ചെയ്യണമെങ്കിൽ എക്സ്പെരിമെൻ്റൽ. നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അനലിറ്റിക്കൽ, കൺഫേം ചെയ്യണമെങ്കിൽ എക്സ്പെരിമെൻ്റൽ. സ്റ്റഡി ഡിസൈൻസ് ഏതൊക്കെയാണ്? ഒബ്സർവേഷണൽ, എക്സ്പെരിമെൻ്റൽ. ഒബ്സർവേഷണൽ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. ഡിസ്ക്രിപ്റ്റീവിൽ കേസ് റിപ്പോർട്ട്, കേസ് സീരീസ്. അനലിറ്റിക്കൽ കേസ് കൺട്രോൾ, കൊഹോട്ട്, ക്രോസ് സെക്ഷണൽ, എക്കോളജിക്കൽ. ഇൻ്റർവെൻഷണൽ എക്സ്പെരിമെൻ്റൽ RCT ഡ്രഗ് ട്രയൽ, ഫീൽഡ് ട്രയലിൽ വാക്സിന്, കമ്മ്യൂണിറ്റി ട്രയലിൽ പ്രിവെൻറ്റീവ്. ഓക്കെ. ഇനി നമുക്ക് യൂണിറ്റ് ഓഫ് സ്റ്റഡി. യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതൊന്നുകിൽ പോപ്പുലേഷൻ ആവാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആവാം. പൊതുവെ എല്ലാ സ്റ്റഡിക്കും ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽസിലെല്ലാം നമ്മൾ പറയും ഹെൽത്തി ഇൻഡിവിജ്വൽസും ഉണ്ട്, ഡിസീസ്ഡ് ഇൻഡിവിജ്വൽസും ഉണ്ട്. പിന്നെ പോപ്പുലേഷൻ വെറും പോപ്പുലേഷൻ ഈസ് എ യൂണിറ്റ് ഓഫ് സ്റ്റഡി ഓൺലി ഫോർ എക്കോളജിക്കൽ സ്റ്റഡി ഡിസൈനിൽ മാത്രമേ പോപ്പുലേഷൻ യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് എടുക്കണുള്ളൂ. ബാക്കി എല്ലാത്തിലും ഇൻഡിവിജ്വൽസ് ആണ് ഫോർ അതർ സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ അതിൽ തന്നെ ഹെൽത്തി ഇൻഡിവിജ്വലും ഡിസീസ്ഡ് ഇൻഡിവിജ്വലും ഉണ്ടെന്ന് പറഞ്ഞത്. ഡിസീസ്ഡ് ഇൻഡിവിജ്വലിനെ യൂസ് ചെയ്യുന്നത് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡിക്ക്, RCTക്കാണ് ഡിസീസ്ഡ് ഇൻഡിവിജ്വലിനെ യൂസ് ചെയ്യുന്നത്. ഹെൽത്തി ഇൻഡിവിജ്വൽസിന് നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റഡിക്കും. ഓക്കെ. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ട്രയൽ ആണെങ്കിൽ കമ്മ്യൂണിറ്റി ട്രയലിൽ കമ്മ്യൂണിറ്റീസ് ആയിരിക്കും യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ബേസിക് അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് ഒരു സ്റ്റഡി ഡിസൈന്, നമ്മൾ ഏതാണ് സ്റ്റഡി ഡിസൈൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ബേസിക് അപ്രോച്ച് ആദ്യം നമ്മൾ നോക്കുക. ഓക്കെ, കമ്പാരിസൺ ഗ്രൂപ്പ് പ്രസൻറ്റ് ഓർ നോട്ട്. ഇഫ് പ്രസൻറ്റ് അനലിറ്റിക്കൽ സ്റ്റഡി, നോട്ട് പ്രസൻറ്റ് ഡിസ്ക്രിപ്റ്റീവ്. ഇനി ഇൻ്റർവെൻഷൻ പ്രസൻറ്റ് ഓർ നോട്ട്. വിത്ത് ഇൻ്റർവെൻഷൻ ആണെങ്കിൽ ഓക്കെ എക്സ്പെരിമെൻ്റൽ ആണ്. എന്നാൽ നോ ഇൻ്റർവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഒബ്സർവേഷനിൽ തന്നെ നമുക്ക് അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവും പറയാലോ. കമ്പാരിസൺ ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അനലിറ്റിക്കൽ, കമ്പാരിസൺ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്. ഇനി നമ്മളൊരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് കമ്പാരിസൺ എങ്ങനെയാണ് എക്സ്പോസ്ഡ് വേഴ്സസ് നോൺ എക്സ്പോസ്ഡ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൊഹോട്ടാന്ന് മനസ്സിലാക്കാം. പകരം ഡിസീസ്ഡ് വേഴ്സസ് നോൺ ഡിസീസ്ഡ് ആണെങ്കിൽ കേസ് കൺട്രോൾ ആയിരിക്കും. ഓക്കെ, കേസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ കേസും കൺട്രോളും ഉണ്ടാവില്ല. അപ്പോൾ ഡിസീസ്ഡ് വേഴ്സസ് നോൺ ഡിസീസ്ഡ് കേസ് കൺട്രോളിൽ, എക്സ്പോസ്ഡ് വേഴ്സസ് നോൺ എക്സ്പോസ്ഡ് ആണ് കൊഹോട്ടിൽ. പിന്നെ ഡയറക്ഷൻ ഓഫ് ആരോ നോക്കും. ഫോർവേഡ് ആണെങ്കിൽ ഓക്കെ കൊഹോട്ടാണ്, ബാക്ക്വേർഡ് ആണെങ്കിൽ കേസ് കൺട്രോൾ ആണ്. അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അത് ക്രോസ് സെക്ഷണലും ആവാം എക്കോളജിക്കലും ആവാം. ക്രോസ് സെക്ഷണൽ എന്ന് പറയുമ്പോൾ അറ്റ് ദി സെയിം ടൈം തന്നെയാണ് ബട്ട് യൂസിങ് പ്രൈമറി ഡാറ്റ. എക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ സെയിം ടൈം ആണ് ബട്ട് യൂസിങ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ. ഇനി നമുക്ക് ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജി. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ study of distribution or health related events, identification of characteristics associated with the disease. Salient features ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് എപ്പിഡമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ഫോർമുലേറ്റ് ദി ഹൈപ്പോത്തിസിസ്, സ്റ്റഡി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ്, ടൈം, പ്ലേസ്, പേഴ്സൺ ഒക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജിയിലുള്ള സ്റ്റെപ്സ് മെയിൻലി ഇതിൽ ഓക്കെ 6 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് ഏത് സ്റ്റഡിയാണ് മീൻസ് പോപ്പുലേഷൻ അറ്റ് റിസ്കിലുള്ള പോപ്പുലേഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. എങ്ങനെ? ഇൻ ടേംസ് ഓഫ് നമ്പർ, ഏജ്, സെക്സ്, ഒക്യുപ്പേഷൻ, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഡിഫൈൻ ദി പോപ്പുലേഷൻ ടു ബി സ്റ്റഡീഡ്. എന്നിട്ട് ഡിഫൈൻ ദി ഡിസീസ് അണ്ടർ സ്റ്റഡി. സ്റ്റഡിയിലുള്ള ആ ഡിസീസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. എപ്പിഡമിയോളജിസ്റ്റ് മസ്റ്റ് യൂസ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് മെഷർ ദി ഡിസീസ് അക്യുറേറ്റ്ലി. ഡിസീസിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ എപ്പിഡമിയോളജിസ്റ്റ് എന്ത് ചെയ്യണം? ഓപ്പറേഷണൽ ഡെഫിനിഷൻ യൂസ് ചെയ്യണം ടു ഐഡൻറ്റിഫൈ ആൻഡ് മെഷർ ഡിസീസ് അക്യുറേറ്റ്ലി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോപ്പുലേഷൻ ടു ബി സ്റ്റഡീഡ്, പോപ്പുലേഷൻ അറ്റ് റിസ്കിനെ ഡിഫൈൻ ചെയ്തു. ഇനി ഡിഫൈൻ ദി ഡിസീസ് അണ്ടർ സ്റ്റഡി. ദെൻ ഡിസ്ക്രൈബ് ദി ഡിസീസ് ഇൻ ടൈം, പ്ലേസ്, പേഴ്സൺ വെച്ചിട്ട് ഡിസീസിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ടൈം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ, ലോങ് ടേം ഫ്ലക്ച്വേഷൻ, പീരിയോഡിക് ഫ്ലക്ച്വേഷൻ. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ എപ്പിഡമിക്കിലൊക്കെ ഷോർട്ട് ടേം, ലോങ് ടേം സെക്യുലർ ട്രെൻഡിൽ, പീരിയോഡിക് എന്ന് പറയുമ്പോൾ സീസണൽ സൈക്ലിക്കൽ ട്രെൻഡിലൊക്കെ. ഇനി പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ കമ്പാരിസൺ സ്റ്റഡീഡ് ആസ് ലോക്കൽ, റൂറൽ, അർബൻ, നാഷണൽ, ഇൻ്റർനാഷണൽ അതൊക്കെ വെച്ചിട്ട്. പിന്നെ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ സ്റ്റഡീഡ് ആസ് ഏജ്, സെക്സ്, എത്നിസിറ്റി, ഒക്യുപ്പേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ അപ്പം പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്തു, ഡിസീസിനെ ഡിഫൈൻ ചെയ്തു, ഡിസീസിനെ ടൈം, പ്ലേസ്, പേഴ്സൺ അത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി ഡിസീസിനെ മെഷർ ചെയ്യാം. മെഷേഴ്സ് ഇൻ ടേംസ് ഓഫ് മോർബിഡിറ്റി, മോർട്ടാലിറ്റി, ഡിസബിലിറ്റി. ഇനി കമ്പയർ വിത്ത് നോൺ ഇൻഡീസസ് വെച്ചിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. മേക്ക് ദി കമ്പാരിസൺ ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് പോപ്പുലേഷൻ സബ് ഗ്രൂപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ്, പക്ഷേ കമ്പാരിസൺ ഗ്രൂപ്പൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ കമ്പയർ വിത്ത് നോൺ ഇൻഡീസസ് വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ഐഡൻറ്റിഫൈ ഗ്രൂപ്പ് അറ്റ് ഹൈ റിസ്ക്. ഇനി ഫോർമുലേറ്റ് ദി ഇറ്റിയോളജിക്കൽ ഹൈപ്പോത്തിസിസ്, ഫോർമുലേറ്റ് ദി കോമ്പോസിഷൻ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ, സ്പെസിഫിക് കോസ്, എക്സ്പെക്റ്റഡ് ഔട്ട്കം. ഓക്കെ, അപ്പോൾ നമ്മൾ
ആറ് സ്റ്റെപ്പ്. ഒന്ന് ഡിഫൈൻ ദി പോപ്പുലേഷൻ ടു ബി സ്റ്റഡിഡ്, പോപ്പുലേഷൻ അറ്റ് റിസ്ക്, ഡിഫൈൻ ദി ഡിസീസ് അണ്ടർ സ്റ്റഡി, ഓപ്പറേഷണൽ ഡെഫിനിഷൻ, പിന്നെ ഡിസ്ക്രൈബ് ദി ഡിസീസ് ഇൻ ടൈം, പ്ലേസ്, പേഴ്സൺ, മെഷർ ദി ഡിസീസ്, കമ്പയർ വിത്ത് നോൺ ഇൻഡീസസ്, ഫോർമുലേറ്റ് ഇറ്റിയോളജിക്കൽ ഹൈപ്പോത്തിസിസ്. യൂസ് എന്തൊക്കെയാണ്? പ്രൊവൈഡ് ദി ഡാറ്റ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസീസ് ലോഡ് ആസ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി, പ്രൊവൈഡ് ക്ലൂസ് ടു ഡിസീസ് ഇറ്റിയോളജി ആൻഡ് ഫോർമുലേറ്റ് ഇറ്റിയോളജിക്കൽ ഹൈപ്പോത്തിസിസ്, സപ്പോർട്ട് റിസർച്ച്, പ്രൊവൈഡ് ഡാറ്റ ഫോർ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇനി ഓക്കെ, അനലിറ്റിക്കൽ മെയിൻ ആരാ? കൊഹോട്ട് ഈസ് എ ടൈപ്പ് ഓഫ് അനലിറ്റിക്കൽ സ്റ്റഡി യൂസ്ഡ് ഫോർ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. എ ഗ്രൂപ്പ് ഹാവിംഗ് one or more similar characteristic is closely monitored and compared with another similar group. It provides evidence to support the existence of an association between exposure and outcome. ഇതിൻ്റെ വേറെ പല പേരുകളുമുണ്ട്. ഓൾസോ നോൺ ആസ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡി, ഫോർവേഡ് ലുക്കിംഗ് സ്റ്റഡി, കോസ്റ്റ് ടു എഫക്റ്റ് സ്റ്റഡി, എക്സ്പോഷർ ടു ഔട്ട്കം സ്റ്റഡി, റിസ്ക് ഫാക്ടർ ടു ഡിസീസ് സ്റ്റഡി, ഇൻസിഡൻറ്റ് സ്റ്റഡി, ഫോളോ അപ്പ് സ്റ്റഡി, കൺകറൻറ്റ് സ്റ്റഡി. ഇവരെന്താ, ഡിസീസ് ഡെവലപ്ഡ് ആണോ അല്ലേന്ന് നോക്കുന്നത് എക്സ്പോസ്ഡ് വേഴ്സസ് നോൺ എക്സ്പോസ്ഡ് വെച്ചിട്ട്. ബോത്ത് എക്സ്പോസ്ഡ് ആൻഡ് നോൺ എക്സ്പോസ്ഡ് ഈക്വലി സസെപ്റ്റബിൾ ടു ഡിസീസ് അണ്ടർ സ്റ്റഡി. നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് പറയാം. ആദ്യം സ്റ്റഡി സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഒബ്റ്റെയിൻ ഡാറ്റ ഓൺ എക്സ്പോഷർ, സെലക്ട് കമ്പാരിസൺ ഗ്രൂപ്പ്, ഫോളോ അപ്പ്, അനലൈസിസ്. ഓക്കെ, സെലക്ഷൻ ഓഫ് സ്റ്റഡി സബ്ജക്റ്റ്, ഒബ്റ്റെയിൻ ഡാറ്റ ഓൺ എക്സ്പോഷർ, സെലക്ട് കമ്പാരിസൺ ഗ്രൂപ്പ്, ഫോളോ അപ്പ്, അനലൈസിസ്. ഇനി ടൈപ്സ് ഓഫ് കൊഹോർട്ട് സ്റ്റഡി പറയുകയാണെങ്കിൽ, അപ്പോൾ ഓക്കെ, ടൈപ്സ് ഓഫ് കൊഹോർട്ട് സ്റ്റഡി പ്രോസ്പെക്റ്റീവ് ഉണ്ട്, റിട്രോസ്പെക്റ്റീവ് ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്. പ്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ കറൻറ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ്, ഔട്ട്കം ഈസ് നോട്ട് യെറ്റ് ഒക്യൂർഡ്, എക്സ്പോഷർ ഓൺലി ഒക്യൂർഡ്, ഫോളോ അപ്പ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ, അതാണ് ഫ്രെമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡിയിൽ എക്സാമ്പിളായിട്ട് പറയും. മെയിൻ കൊഹോർട്ട് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് ആണ്, കറൻറ്റ് ഓർ കൺകറൻറ്റ്. ഇങ്ങനെ ഔട്ട്കം ഈസ് നോട്ട് യെറ്റ് ഒക്യൂർഡ്. വെൻ ദി സ്റ്റഡി ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഔട്ട്കം ഒന്നും ഉണ്ടായിട്ടില്ല, ഓൺലി എക്സ്പോഷർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വി ലുക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെയിം ഡിസീസ് ഇൻ ബോത്ത് എക്സ്പോസ്ഡ് ആൻഡ് നോൺ എക്സ്പോസ്ഡ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമെന്ന് അർത്ഥം. എക്സാമ്പിൾ എന്താ? ഫ്രെമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി. ഇനി റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ നോൺ കൺകറൻറ്റ്. അതെന്നാ സംഭവം? കമ്പൈൻസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് കൊഹോർട്ട് സ്റ്റഡി ആൻഡ് കേസ് കൺട്രോൾ സ്റ്റഡി. ബോത്ത് എക്സ്പോഷർ ആസ് വെൽ ആസ് ഔട്ട്കം ഹാവ് ഒക്യൂർഡ്. സ്റ്റഡി ഡിസൈൻ തുടങ്ങുമ്പോൾ എക്സ്പോഷർ ഔട്ട്കം നടന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വി ഗോ ബാക്ക് ഇൻ ടൈം ആൻഡ് ടേക്ക് ഓൺലി എക്സ്പോഷർ ഇൻ ടു കൺസിഡറേഷൻ. വെച്ചാൽ പാസ്റ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോളേജ് റെക്കോർഡൊക്കെ നോക്കിയിട്ട് ആദ്യം നമ്മൾ എക്സ്പോഷറിനെ മാത്രം കൺസിഡർ ചെയ്യും. എന്നിട്ട് ദെൻ ലുക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെയിം ഡിസീസ് ഇൻ ബോത്ത് എക്സ്പോസ്ഡ് ആൻഡ് നോൺ എക്സ്പോസ്ഡ് ഡിസീസസ്. ഇതിൽ എക്സാമ്പിളായിട്ട് പറയാം, എഫക്റ്റ് ഓഫ് ഫീറ്റൽ മോണിറ്ററിങ് ഓൺ നിയോനാറ്റൽ. ഇത് ഈ റിട്രോസ്പെക്റ്റീവിൻ്റെ ഒരു ഗുണം എന്താ? സേവ് ദി മണി, ടൈം, പിന്നെ പ്രിവെൻറ്റ് ദി അട്രീഷൻ ബയാസ്. അട്രീഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോളോ അപ്പ് നിന്ന് പോകുമ്പോൾ പ്രശ്നമാവില്ല, അതാണ് അട്രീഷൻ ബയാസ്. പിന്നെ പ്രിവെൻറ്റ് ദി ഹോത്തോൺ ബയാസ്. സാമ്പിൾ സൈസ് സെയിം ഫോർ ബോത്ത് പ്രോസ്പെക്റ്റീവ് ആൻഡ് റിട്രോസ്പെക്റ്റീവ്. എസ്റ്റാബ്ലിഷ് ടെമ്പൊറാലിറ്റി എന്ന് പറഞ്ഞാൽ കോസ് പ്രിസീഡ് എഫക്റ്റ് ആണ്, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ എന്താ പറയുക, കാൽക്കുലേറ്റ് ദി ഇൻസിഡൻസ്, മൾട്ടിപ്പിൾ, അതൊക്കെ പറയാം. അപ്പം പക്ഷേ നമ്മൾ പ്രോസ്പെക്റ്റീവ് പറഞ്ഞില്ലേ, പ്രോസ്പെക്റ്റീവിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഔട്ട്കംസ് ഉണ്ടാവും. എസ്റ്റാബ്ലിഷ് ടെമ്പൊറാലിറ്റി, കാൽക്കുലേറ്റ് ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ്, കാൽക്കുലേറ്റ് റിലേറ്റീവ് റിസ്ക്, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രോസ്പെക്റ്റീവിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ടൈം ടേക്കിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്, ലാർജ് സാമ്പിൾ സൈസ് വേണം, പിന്നെ എത്തിക്കൽ കൺസേൺ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ എന്നാ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇനി മിക്സ്ഡ് എന്ന് പറയുമ്പോൾ എന്നാ, combined prospective retrospective cohort study combines the design of both prospective cohort study and retrospective cohort study. Both exposure and outcome exposure outcome occurred ചെയ്തിട്ടുണ്ട്. disease means study start ചെയ്യുമ്പോൾ first we go back in time and take only exposure into consideration. എങ്ങനെയാ? cohort identified from past hospital or college record. Then look for development of same disease in both exposed and non-exposed. Later cohort is followed prospectively into future for outcome. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ പറയാം. അതിലെന്താ പറയുക, കൊഹോട്ടിൻ്റെ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ നമ്മൾ റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ റിസ്ക് അത് വെച്ചിട്ടാണ് പറയൽ. അല്ല, റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ റിസ്ക്, പിന്നെ പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക്, ഈ മൂന്നെണ്ണം പറയും. റിലേറ്റീവ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് ബൈ ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ്, അതാണ് റിലേറ്റീവ് റിസ്ക്. അട്രിബ്യൂട്ടബിൾ റിസ്ക് എന്ന് പറയുമ്പോൾ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് മൈനസ് ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ് ബൈ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് ഇൻറ്റു 100. സോ മച്ച് ഡിസീസ് ക്യാൻ അട്രിബ്യൂട്ടഡ് ടു എക്സ്പോഷർ. ഇനി നമുക്ക് എന്ത് പറയാം, പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക് ഇൻസിഡൻസ് എമംഗ് ടോട്ടൽ മൈനസ് ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ് ബൈ ഇൻസിഡൻസ് എമംഗ് ടോട്ടൽ ഇൻറ്റു 100. ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറയുന്നത് ഇഫ് റിസ്ക് ഫാക്ടർ ഇസ് മോഡിഫൈഡ് ഓർ എലിമിനേറ്റഡ് ദർ വിൽ ബി സോ മച്ച് ആനുവൽ റിഡക്ഷൻ ഇൻ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ഇൻ ഗിവൺ പോപ്പുലേഷൻ.
നമുക്ക് ഇൻ്റർപ്രിറ്റേഷൻ ഇപ്പം റിലേറ്റീവ് റിസ്ക് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എക്സ്പോസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ നോൺ എക്സ്പോസ്ഡിനേക്കാളും. അതിനെ പോസിറ്റീവ് അസോസിയേഷൻ എന്ന് പറയും. റിലേറ്റീവ് റിസ്ക് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ്പോസ്ഡ് ഈക്വൽ ടു നോൺ എക്സ്പോസ്ഡ്, അത് നോ അസോസിയേഷൻ. പിന്നെ റിലേറ്റീവ് റിസ്ക് ലെസ് ദാൻ 1 ആകുമ്പോൾ എക്സ്പോസ്ഡ് ലെസ് ദാൻ എന്നുവെച്ചാൽ നോൺ എക്സ്പോസ്ഡ് ആണ് കൂടുതൽ, വെച്ചാൽ നെഗറ്റീവ് അസോസിയേഷൻ, പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, ഇൻവേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇതിപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ റിലേറ്റീവ് റിസ്കിനെയും അട്രിബ്യൂട്ടബിൾ റിസ്ക്കും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് ബൈ നോൺ എക്സ്പോസ്ഡ് അല്ലേ. അട്രിബ്യൂട്ടബിൾ എന്താ, എക്സ്പോസ്ഡ് മൈനസ് നോൺ എക്സ്പോസ്ഡ് ബൈ എക്സ്പോസ്ഡ് ഇൻറ്റു 100 അല്ലേ. റിലേറ്റീവ് റിസ്ക് ഹെൽപ്സ് ഐഡൻറ്റിഫൈ കോസ് ഓഫ് ഡിസീസ് ഇൻ ഗിവൺ പോപ്പുലേഷൻ. എന്നാൽ അട്രിബ്യൂട്ടബിൾ റിസ്ക് അസസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസീസ് എമംഗ് ദോസ് എക്സ്പോസ്ഡ് ആൻഡ് കൺട്രിബ്യൂഷൻ ഓഫ് റിസ്ക് ഫാക്ടർ. ഇപ്പോൾ റിലേറ്റീവ് റിസ്ക് 8 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പം സ്മോക്കിംഗ്, ലങ് ക്യാൻസർ അതിലാണെങ്കിൽ ഇംപ്ലൈസ് ദി സ്മോക്കർ ഹാവ് 8 times ഹയർ അസോസിയേഷൻ വിത്ത് ലങ് ക്യാൻസർ, അങ്ങനെയാണ് പറയണത്. എന്നാൽ അട്രിബ്യൂട്ടബിൾ റിസ്ക് 80% ഇൻ കോഹോർട്ട് സ്റ്റഡി സ്മോക്കിംഗ് ലങ് ക്യാൻസറിൽ പറയുകയാണെങ്കിൽ ഇംപ്ലൈസ് ദി 80% ഓഫ് ലങ് ക്യാൻസർ ഇൻ ഗിവൺ പോപ്പുലേഷൻ ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു സ്മോക്കിംഗ് ആസ് റിസ്ക് ഫാക്ടർ. ഇനി നമുക്ക് ഫ്രെമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി, അത് നമ്മൾ ഏതാ പറഞ്ഞത്, പ്രോസ്പെക്റ്റീവ് കോഹോർട്ടിൽ പറഞ്ഞല്ലേ എക്സാമ്പിളായിട്ട്. അപ്പം ഫ്രെമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി മാത്രമായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കലുണ്ട്. ഫ്രെമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പ്രോസ്പെക്റ്റീവ് കൊഹോർട്ടാണ് റിസ്ക് ഫാക്ടർ ഓൺ കാർഡിയോവാസ്കുലാർ സിസ്റ്റം. ഇപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യേറ്റ് ചെയ്ത 1948 എയിം എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കാർഡിയോവാസ്കുലാർ ഡിസീസസ്. ഏജ് ഗ്രൂപ്പ് ഒരു 30 to 62 ഇയറിലുള്ള ഏജ് ഗ്രൂപ്പിനൊന്ന് നോക്കി എന്നിട്ട് ഫോളോ അപ്പ് ചെയ്തു. ഫൈൻഡിങ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പം എന്നാ പറയുക, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് CHD വിത്ത് ഇൻക്രീസിങ് ഏജ് കൂടുന്നതിനനുസരിച്ച് CHDൻ്റെ റിസ്ക് കൂടുന്നുണ്ട്. ഹൈപ്പർ ടെൻസീവിന് റിസ്ക് കൂടുതലാണ്. ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവർക്കും റിസ്ക് കൂടുതലാണ്. ടൊബാക്കോ സ്മോക്കിങ്, ബോഡി വെയ്റ്റ് കൂടിയതൊക്കെ റിസ്ക് ആണ്. ഡയബറ്റീസ് മെലിറ്റസ് ഒക്കെ റിസ്ക് ആണ്. പിന്നെ ഒരു CHD ഡെവലപ്മെൻറ്റ് ഡിക്രീസ് ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുമ്പോൾ ഡിക്രീസ് ആവുമെന്നും പറയുന്നുണ്ട്. ഇനി അനലിറ്റിക്കൽ എന്നുള്ള കേസ് കൺട്രോൾ സ്റ്റഡി. കേസ് കൺട്രോൾ എന്താ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അനലിറ്റിക്കൽ ഒബ്സർവേഷണൽ സ്റ്റഡി ഫോർ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. 2 ഗ്രൂപ്പ് ഉണ്ടാവും, 2 ഗ്രൂപ്പ് പോപ്പുലേഷൻസ്, ഡിസീസ്ഡും നോൺ ഡിസീസ്ഡും. ഡിസീസ്ഡ് എന്ന് പറയുമ്പോൾ കേസ്, നോൺ ഡിസീസ്ഡ് പറഞ്ഞാൽ കൺട്രോൾ, കമ്പയർഡ് വിത്ത് റിഗാർഡ് ടു ഹിസ്റ്ററി ഓഫ് റിസ്ക് ഫാക്ടർ ഓർ എക്സ്പോഷർ. നമുക്ക് ഇതിൻ്റെ വേറെ പേര് എന്താ, റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയാം, ബാക്ക്വേർഡ് ലുക്കിംഗ് സ്റ്റഡി, എഫക്റ്റ് ടു കോസ് സ്റ്റഡി, ഔട്ട്കം ടു എക്സ്പോഷർ സ്റ്റഡി, ഡിസീസ് ടു റിസ്ക് ഫാക്ടർ സ്റ്റഡി, കേസ് റെഫറൻസ് സ്റ്റഡി, ട്രോഹോക്ക് സ്റ്റഡി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റെപ്പ് പറയുമ്പോൾ സെലക്ഷൻ ഓഫ് കേസ് ആൻഡ് കൺട്രോൾ, മാച്ചിങ്, മെഷർ ഓഫ് എക്സ്പോഷർ, അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അതേ കേസിനെയും കൺട്രോളിനെയും സെലക്ട് ചെയ്തു. ഒരു കേസിന് മാക്സിമം 4 കൺട്രോൾ വേണം എന്നൊക്കെ പറയാം. പക്ഷേ വലിയ ലെങ്തി ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒന്നിനൊന്ന് മതി എന്ന് പറയും. അങ്ങനെ കേസിനെയും കൺട്രോളിനെയും ആദ്യം സെലക്ട് ചെയ്തു. എന്നിട്ട് മാച്ചിങ് എന്ന് വെച്ചാൽ സെലക്ട് ദി കൺട്രോൾ ഇൻ എ വേ ദാറ്റ് ദേ ആർ എക്സാക്ട്ലി സിമിലർ ടു കേസ് ഇൻ ഓൾ ക്യാരക്ടറിസ്റ്റിക്. ഇനി എക്സ്പോഷറിനെ മെഷർ ചെയ്യുക. എന്നിട്ട് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, എക്സ്പോഷർ റേറ്റ്, എസ്റ്റിമേഷൻ ഓഫ് റിസ്ക്, സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ. ഇതിൽ പറഞ്ഞ കേസ് കൺട്രോളിൽ ഓഡ്സ് റേഷ്യോ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഓഡ്സ് റേഷ്യോ നമ്മളെങ്ങനെയാണ്, ചുമ്മാ ഒരു ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് റേഷ്യോ ആണ്. ഓഡ്സ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോസിറ്റീവ് അസോസിയേഷൻ, ഈക്വൽ ടു 1 ആകുമ്പോൾ നോ അസോസിയേഷൻ, ലെസ് ദാൻ 1 ആകുമ്പോൾ നെഗറ്റീവ് അസോസിയേഷൻ, പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. അതിൽ നമുക്ക് എന്താ പറയാം, എക്സാമ്പിളായിട്ട് നെഗറ്റീവ് അസോസിയേഷന് വൈറ്റമിൻ എ ഇൻടേക്കും എപ്പിത്തീലിയൽ ക്യാൻസർ വൈറ്റമിൻ എ ഇൻടേക്ക് ഉണ്ടാകുമ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണം. ഓക്കെ, ഇനി നെസ്റ്റഡ് കേസ് കൺട്രോൾ എന്ന് പറയുന്നത് സ്മോളർ കേസ് കൺട്രോൾ ഇൻ ബിഗ്ഗർ കൊഹോർട്ട്. ഒരു വലിയ കൊഹോർട്ടിൽ ചെറിയൊരു കേസ് കൺട്രോൾ. നമുക്കൊരു ട്രീ വരച്ചാണ്ട് അതിലൊരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ട്രീ മൊത്തം കൊഹോർട്ടായി എടുക്കുകയാണെങ്കിൽ അതിലൊരു കുറച്ച് ഇലയുടെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് കേസ് കൺട്രോൾ ആക്കി വെക്കാം. അങ്ങനെ വേണം സ്മോളർ കേസ് കൺട്രോൾ ഇൻ എ ബിഗ്ഗർ കൊഹോർട്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടെമ്പറാലിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്, റീകോൾ ബയാസ് ഈസ് എലിമിനേറ്റഡ്, എക്കണോമിക്കലാണ്, റെയർ ഇൻവെസ്റ്റിഗേഷൻ യൂസ്ഡ് വെൻ മെഷർമെൻറ്റ് ഓഫ് എക്സ്പോഷർ ഈസ് എക്സ്പെൻസീവ്. റെയർ ഡിസീസൊക്കെ ആണെങ്കിൽ കേസ് കൺട്രോൾ ചെയ്താൽ മതി. റെയർ റിസ്ക് ഫാക്ടർ ആണെങ്കിൽ കൊഹോർട്ട്, റെയർ എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ നെസ്റ്റഡ് കേസ് കൺട്രോൾ ചെയ്യണം. ഇനി നമുക്ക് പറയാം റിലേറ്റീവ് റിസ്ക്കും ഓഡ്സ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ്. റിലേറ്റീവ് റിസ്ക് എന്ന് പറയുമ്പോൾ അതൊരു റിസ്ക് റേഷ്യോ ആണ്. ഓഡ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് റേഷ്യോ ആണ്. പിന്നെ എസ്റ്റിമേറ്റ് ദി സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ഇൻ കൊഹോർട്ട് സ്റ്റഡിയാണ് ഏത് റിലേറ്റീവ് റിസ്ക്. എന്നാൽ കേസ് കൺട്രോൾ സ്റ്റഡിയിലുള്ളതാണ് ഓഡ്സ് റേഷ്യോ. മോർ അക്യുറേറ്റ് ആണ് റിലേറ്റീവ് റിസ്ക്, ലെസ് അക്യുറേറ്റ് ആണ് ഓഡ്സ് റേഷ്യോ. എക്സ്പോസ്ഡ് ബൈ നോൺ എക്സ്പോസ്ഡ് അല്ലേ,
റിലേറ്റീവ് റിസ്ക്, ഹോൾസ് റേഷ്യോ AD/BC ക്രോസ് പ്രൊഡക്റ്റ് റേഷ്യോ. ഇനി കൊഹോട്ടിൻ്റെയും കേസ് കൺട്രോളിൻ്റെ ഡിഫറൻസ് പറയുമ്പം എക്സ്പോഷർ മാത്രമേ കൊഹോട്ടിൽ നടന്നിട്ടുള്ളൂ. കേസ് കൺട്രോളിൽ എക്സ്പോഷർ ആസ് വെൽ ആസ് ഔട്ട്കം ആസ് ഒക്യൂർഡ്. പിന്നെ ഒക്കെ ഓപ്പോസിറ്റ് നെയിംസ്. കൊഹോട്ടിലിൻ്റെ പേരെന്തൊക്കെയാണ്? പ്രോസ്പെക്റ്റീവ്, ഫോർവേഡ് ലുക്കിംഗ്, കോസ്റ്റ് ടു എഫക്ട് സ്റ്റഡി, എക്സ്പോഷർ ടു ഔട്ട്കം, ഇൻസിഡൻസ് സ്റ്റഡി, ഫോളോ അപ്പ്. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് കേസ് കൺട്രോളിനും. പിന്നെ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ പ്രൊവൈഡ് ഇൻസിഡൻസ്, റിലേറ്റീവ് റിസ്ക്, നോ റീകോൾ ബയസ്, മോർ അക്യുറസി, വാലിഡിറ്റി. അതൊക്കെ കൊഹോട്ടിന്. കേസ് കൺട്രോളിന് ഈസി ടു ക്യാരി ഔട്ട്, റാപ്പിഡ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്, നോ റിസ്ക് ടു സബ്ജക്റ്റ്, മിനിമൽ എത്തിക്കൽ പ്രോബ്ലംസ്. നമുക്ക് ഓരോന്നിൻ്റെയും ഡിഫറൻസ് ആയിട്ട് പറയാം. കേസ് കൺട്രോൾ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്, കൊഹോട്ട് ഫോർവേഡ് ലുക്കിംഗ് ആണ്. ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം, എക്കോളജിക്കൽ ആണെങ്കിലും സെയിം പോയിന്റ് ഓഫ് ടൈം. പിന്നെ കമ്പയർ ഡിസീസ്ഡ് വേഴ്സസ് നോൺ ഡിസീസ്ഡ് കേസ് കൺട്രോൾ. അങ്ങനെ കമ്പയർ ചെയ്യുന്ന കേസ് കൺട്രോളിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഓഡ്സ് റേഷ്യോ ആണ്. ഹോട്ടിലാവുമ്പോൾ കമ്പയർ എക്സ്പോസ്ഡ് വേഴ്സസ് നോൺ എക്സ്പോസ്ഡ്. സ്ട്രെങ്ത് ഏതൊക്കെയാണ്? റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ റിസ്ക്, പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക്. പിന്നെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ്പോഷറും ഔട്ട്കമും അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം യൂസിങ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ആകുമ്പോൾ എക്കോളജിക്കൽ. പിന്നെ എഫക്റ്റ് കോസ് ആണ് കേസ് കൺട്രോൾ. കൊഹോട്ട് കോസ്റ്റ് ടു എഫക്റ്റ് ആണ്. ക്രോസ് സെക്ഷനിലും എക്കോളജിക്കലും ഫോളോ അപ്പ് ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ടെമ്പൊറാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാ? കൊഹോട്ടാണ്. ബാക്കിയൊന്നും ടെമ്പൊറാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്നും പറയാം. പിന്നെ ഒന്നുണ്ട്, യൂണിറ്റ് ഓഫ് സ്റ്റഡി എല്ലാത്തിലും ഇൻഡിവിജ്വൽസ് ആണ്, എക്കോളജിക്കൽ പോപ്പുലേഷനാണ്. ഇനി ക്രോസ് സെക്ഷണൽ സ്റ്റഡി. ക്രോസ് സെക്ഷനിൽ നോ ഫോളോ അപ്പ്, കാൽക്കുലേഷൻ ദി പ്രിവാലൻസ്, എക്സ്പോഷർ ആൻഡ് ഔട്ട്കം അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം യൂസിങ് പ്രൈമറി ഡാറ്റ. റിസർച്ചർ ഹിംസെൽഫ് കളക്ട് ഡാറ്റ. പിന്നെ ഗിവ് സ്നാപ്ഷോട്ട് ഓഫ് എ പോപ്പുലേഷൻ, മോർ യൂസ്ഫുൾ ഫോർ ക്രോണിക് ഡിസീസസ്. ഡിസഡ്വാൻറ്റേജ് എന്താ? ടെൽസ് അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ, നോ ഇറ്റിയോളജി, ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ടെമ്പൊറാലിറ്റി, ലിറ്റിൽ ഇൻഫോർമേഷൻ അബൌട്ട് ഇൻസിഡൻസ്. ഇനി എക്കോളജിക്കൽ സ്റ്റഡി. എക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ സ്റ്റഡിയാണ്. ലീസ്റ്റ് സാറ്റിസ്ഫാക്ടറി, ഡിറ്റർമൈൻ എക്സ്പോഷർ ആൻഡ് ഔട്ട്കം അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം യൂസിങ് സെക്കൻഡറി ഡാറ്റ. യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആണ്. ഡൺ ഇൻ സ്മോൾ ടൈം ഫ്രെയിം. ഡിസഡ്വാൻറ്റേജ് എന്താ? സോഷ്യോ എക്കണോമിക് കൺഫൗണ്ടിങ്, എക്കോളജിക്കൽ ഫാലസി. എറേഴ്സ് പറയുമ്പോൾ റാൻഡം എറേഴ്സ് ഉണ്ട്, സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ട്. റാൻഡം എറേഴ്സ് എന്ന് പറയുമ്പോൾ സാമ്പിളിംഗ് എറേഴ്സ് ആണ്, മോർ സീരിയസ് ആണ്, ഡ്യൂ ടു ചാൻസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ഇൻക്രീസിങ് സാമ്പിൾ സൈസ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുമ്പോൾ ബയാസസ് ലെസ് സീരിയസ് ആണ്, കനോട്ട് എലിമിനേറ്റഡ് ബൈ ഇൻക്രീസിങ് സാമ്പിൾ സൈസ്. സബ്ജക്റ്റ് ബയാസ് എന്ന് പറയുമ്പോൾ എറേഴ്സ് ബൈ സ്റ്റഡി സബ്ജക്റ്റ്, റീകോൾ ബയാസ്. ഇൻവെസ്റ്റിഗേറ്റർ ബയാസ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ, സെലക്ഷൻ ബയാസ്, അട്രീഷൻ ബയാസ്. അനലൈസർ ബയാസ് എന്ന് പറയുമ്പോൾ ബൈ അനലൈസർ. കൺഫൗണ്ടിങ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റഡ് വിത്ത് ബോത്ത് എക്സ്പോഷർ ആൻഡ് ഔട്ട്കം, ഇൻഡിപെൻഡൻ്റ് ഓഫ് എഫക്റ്റ് ഇൻ കോസേഷൻ ഓഫ് ഔട്ട്കം, അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി RCT, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്താ? പേഷ്യൻ്റ് ആണ്. പീപ്പിൾ ബീയിങ് സ്റ്റഡീഡ് ആർ റാൻഡംലി അലോക്കേറ്റഡ് ടു വൺ ഓർ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ സ്റ്റഡി. പിന്നെ നമുക്ക് ഓരോ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു പ്രോട്ടോക്കോൾ അവർ ഉണ്ടാക്കും, ഡ്രോയിങ് അപ്പ് എ പ്രോട്ടോക്കോൾ. എന്നിട്ട് സെലക്ട് എക്സ്പെരിമെൻ്റൽ ആൻഡ് റെഫറൻസ് പോപ്പുലേഷൻ, റാൻഡമൈസേഷൻ, മാനിപ്പുലേഷൻ, ഫോളോ അപ്പ്. അപ്പോൾ ഡ്രോയിങ് അപ്പ് എ പ്രോട്ടോക്കോളിനെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ദി എയിം ഓഫ് സ്റ്റഡി, ക്വസ്റ്റ്യൻസ് ടു ബി ആൻസേർഡ്, ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ്, സാമ്പിൾ സൈസ്, അലോക്കേഷൻ, അതൊക്കെ പറയാം. ഇനി സെലക്ട് ദി എക്സ്പെരിമെൻ്റൽ ആൻഡ് റെഫറൻസ് പോപ്പുലേഷൻ, രണ്ടിനെയും സെലക്ട് ചെയ്തു. ഇനി റാൻഡമൈസേഷൻ ആണ് ഹാർട്ട് ഓഫ് RCT എന്ന് പറയുന്നത്. എലിമിനേറ്റ് ദി സെലക്ഷൻ ബയാസ്, അലോക്കേഷൻ ഓഫ് സ്റ്റഡി സബ്ജക്റ്റ് ഇൻ ടു എക്സ്പെരിമെൻ്റൽ ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്, എൻഷുറിങ് ദി കമ്പാരബിലിറ്റി. ഇനി മാനിപ്പുലേറ്റ് ദി സ്റ്റഡി. പിന്നെ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ examination of experimental and reference group at defined interval with equal intensity under similar circumstances. അത് കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ്. 6th സ്റ്റെപ്പ് എന്താ? അസസ്മെൻറ്റ്. അസസ് ഔട്ട്കം ഇൻ രണ്ട് ഗ്രൂപ്പിലും ഔട്ട്കമ്മിനെ അസസ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട്. പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് സിവിയാരിറ്റി ഓഫ് ഡിസീസ്, റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് ഹെൽത്ത് സർവീസ്. പിന്നെ നെഗറ്റീവ് ഔട്ട്കം എന്ന് പറയുമ്പോൾ സിവിയാരിറ്റി ഓഫ് കോംപ്ലിക്കേഷൻസ്, ഫ്രീക്വൻസി ഓഫ് സൈഡ് എഫക്ട്സ് ആൻഡ് കോംപ്ലിക്കേഷൻസ്, ഡെത്ത് ഓഫ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, ഇനി നമുക്ക് പറയാം RCT 2 ടൈപ്പ് ഉണ്ട്. കൺകറൻറ്റും ഉണ്ട്, ക്രോസ് ഓവർ ഡിസൈനും ഉണ്ട്. കൺകറൻറ്റ് പാരലൽ ഡിസൈൻ, പാരലൽ RCT എന്ന് പറയും. അതാണ് മോസ്റ്റ് കോമൺ, മോസ്റ്റ് ഈസി ഫോർ അനലൈസിസ്. ഇതിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ട്. Comparison between experimental and reference group അല്ല. Experimental group is exposed to specific medication or intervention. Reference group എന്ന് പറയുമ്പോൾ is not exposed to specific medication or intervention. Comparison between two randomly assigned study and control group. Study subject remain in study group and control ഗ്രൂപ്പിൽ അങ്ങനെ തന്നെ നിൽക്കും for the entire duration of investigation. അതാണ് ഇതിൻ്റെ ഒരു പാരലൽ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് സ്റ്റഡി ഗ്രൂപ്പ് അതേപോലെ കൺട്രോൾ അതേപോലെ അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നതാണ്
ഇതിൻ്റെ ഒരു ഡിഫറൻസ്, ക്രോസ് ഓവർ എന്നുള്ള ഒരു ഡിഫറൻസ്. ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻ്റൽ ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ് ക്രോസ് ഓവേഴ്സ് ഹെൽപ്സ് ഇൻ റിമൂവിങ് എത്തിക്കൽ കൺസേൺ. എവറി പാർട്ടിസിപ്പൻറ്റ് ആക്ട് ആസ് ഹിസ് ഓർ ഹെർ കൺട്രോൾ. എവറി പാർട്ടിസിപ്പൻറ്റ് ഗെറ്റ്സ് ന്യൂ ഡ്രഗ് അറ്റ്ലീസ്റ്റ് വൺസ്. എക്കണോമിക്കൽ ആസ് സ്മോളർ സാമ്പിൾ സൈസസ് ഇവാലുവേറ്റഡ് വിത്ത് അക്യുറസി. റെലവൻസ് ഓഫ് വാഷ് ഔട്ട് പീരീഡ് എന്ന് പറയുന്നത് എന്താ, റിമൂവ് എനി റെസിഡുവൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വാഷ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഈ പിക്ക് നോക്കുകയാണെങ്കിൽ റാൻഡമൈസേഷൻ 2 ഗ്രൂപ്പായിട്ട്, മെഡിക്കേഷൻ കൊടുത്തവർ അല്ലാത്തവർ. എന്നിട്ട് അവരെ ഒന്ന് വാഷ് ഔട്ട് പീരീഡിൽ എന്ത് ചെയ്യും, റെസിഡുവൽ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്ത് പിന്നത് മെഡിക്കേഷൻ എന്ന് വെച്ചാൽ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഗ്രൂപ്പ് പിന്നെ എന്താവും, പാസീവ് പ്ലെസിബോ ആയിട്ട് മാറും. പാസീവ് ആക്റ്റീവ് ആവും എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റൽ റെഫറൻസ് തമ്മിൽ ചേഞ്ച് ആവും, ക്രോസ് ഓവർ നടക്കും ഇവിടെ. അതുകൊണ്ടാണ് ക്രോസ് ഓവർ ഡിസൈൻ തന്നെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഗുണം എന്താ, എവറി പാർട്ടിസിപ്പൻറ്റ് ഗെറ്റ്സ് ന്യൂ ഡ്രഗ് അറ്റ്ലീസ്റ്റ് വൺസ്. ഇനി റാൻഡമൈസേഷൻ, RCTയിലുള്ള റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓഫ് RCT ആണ്. ഈക്വൽ ആൻഡ് നോൺ ചാൻസ് ഓഫ് ഫാളിംഗ് ഇൻ ടു എയ്തർ എക്സ്പെരിമെൻ്റൽ ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്, എലിമിനേറ്റ് സെലക്ഷൻ ബയാസ്, എൻഷുവർ ദി കമ്പാരബിലിറ്റി എമംഗ് 2 ഗ്രൂപ്പ്സ്. റാൻഡമൈസേഷൻ ഈസ് സുപ്പീരിയർ ടു മാച്ചിങ്. ഇനി എക്സ്പെരിമെൻ്റൽ എപ്പിഡമിയോളജി, RCT ആൻഡ് അതർ ട്രയൽസ് ഏതൊക്കെയാണ്? ഫീൽഡ് ട്രയൽ എന്ന് പറയുമ്പോൾ വാക്സിൻ ട്രയൽ, ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുമ്പോൾ കീമോതെറാപ്പി, ഡ്രഗ് ട്രയൽ, കമ്മ്യൂണിറ്റി ട്രയൽ എന്ന് പറയുമ്പോൾ ഫ്ലൂറിഡിഫിക്കേഷൻ ഓഫ് വാട്ടർ, ഡിക്രീസ് ദി ഡെൻ്റൽ കാരീസ്, പിന്നെ വെക്ടർ കൺട്രോൾ ടു റെഡ്യൂസ് മലേറിയ. ഇനി കോസൽ അസോസിയേഷൻ, കോസൽ അസോസിയേഷനിൽ ആരെയാ പറയുക, ഹിൽസ് ക്രൈറ്റീരിയ ഓഫ് കോസേഷൻ. ടെമ്പോറൽ അസോസിയേഷൻ, കോസ് പ്രിസീഡ് എഫക്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ഓഫ് കോസൽ അസോസിയേഷൻ, ബെസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോഹോർട്ട് സ്റ്റഡി. പിന്നെ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ, അതിൽ റിലേറ്റീവ് റിസ്ക്കും ഓഡ്സ് റേഷ്യം. സ്പെസിഫിസിറ്റി ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ വീക്കസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് സ്പെസിഫിസിറ്റി ഓഫ് അസോസിയേഷൻ. പിന്നെ കൺസിസ്റ്റൻസി ഓഫ് അസോസിയേഷൻ, റീപ്രൊഡ്യൂസബിൾ, റെപ്ലിക്കബിൾ, അതൊക്കെ. ഇനി ബയോളജി